കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതാണ്ട് ആപ്പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയിലായി. തെരഞ്ഞിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആളില്ലാത്തതുകൊണ്ടല്ല, 3 പേര് റെഡിലി അവൈലബിൾ ആയിട്ടുണ്ട്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. പുറമേ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അതല്ല K മുരളീധരനോ അതുമല്ലെങ്കിൽ സണ്ണി ജോസഫിനെയോ പരിഗണിക്കാവുന്നതാണ്. ആളില്ലാത്തതുകൊണ്ടല്ല, ഉള്ളവരിൽ ആരാണ് കേമൻ, ആരാണ് മിടുക്കൻ, ആരാണ് യോഗ്യൻ, ആരാണ് വരുന്ന 5 വർഷം കേരളത്തിൽ സൽഭരണം കാഴ്ചവെക്കാൻ കഴിവും കപ്പാസിറ്റിയും ഉള്ള ആൾ, അതുപോലെ മാർക്സിസ്റ്റുകാരുടെ മേൽ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള ആൾ, 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാരാണ്, ഇതാണ് പരിഗണിക്കുന്നത്. അത് പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് അളന്നും ചൊരിഞ്ഞും ഒക്കെ നോക്കി. എത്ര അളന്നിട്ടും എത്ര ചൊരിഞ്ഞിട്ടും ചേറ്റിയിട്ടും കൊഴിച്ചിട്ടും ഹൈക്കമാൻഡിന് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. MLA മാരിൽ അധികവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ നാട്ടുകാരിൽ നിന്നുള്ളൊരു ഭാഗം നമ്മുടെ സതീശനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇത് രണ്ടിനും ഉപരിയായിട്ട് സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് രമേശിന് അനുകൂലമായിട്ടുള്ളത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഏതാനും വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഇനിയും പലതും ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ മകളെ കാണിച്ച് അമ്മയെ കെട്ടിക്കുന്ന പരിപാടിയെക്കുറിച്ചായിരുന്നു. അതിന് വലിയ റെസ്പോൺസുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാരെ വിളിച്ച് ഈ അഭിപ്രായത്തോട് യോജിപ്പറിയിച്ചു. ഒരാൾ മാത്രമാണ് രൂക്ഷമായിട്ട് പ്രതികരിച്ചത്. പുള്ളി പറഞ്ഞത് അമ്മയല്ല അമ്മുമ്മയെ കെട്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. അങ്ങനെയും പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ വീഡിയോ പോയ അന്ന്, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഒരു 4-4:30 മണിയായി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ ഖത്തറിൽ നിന്ന് വിളിച്ചു. പ്രവാസിയാണ്, മലയാളിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ തൃത്താല അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് താമസിക്കുന്ന ആളാണ്, കോൺഗ്രസ്സുകാരനാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഖത്തറിൽ നിന്ന് തൃത്താലയിൽ പറന്നെത്തി വോട്ട് ചെയ്ത ആളാണ്. പുള്ളി പറയുന്നതനുസരിച്ചാണെങ്കിൽ പുള്ളിയുടെ വയോധികനായ പിതാവിനെയും കൈപിടിച്ച് ഇദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വാപ്പയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. വോട്ട് കൈപ്പറ്റിക്കായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തൃത്താലയിൽ നിന്ന് ജയിച്ച VT ബൽറാം അടക്കം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ബദ്ധകച്ഛനായി നിൽക്കുകയാണ്. അതുകൊണ്ട് വാപ്പിച്ച് വീട്ടിൽ ഭയങ്കര ബഹളമാണ്. പുള്ളി പറയുന്നത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം, പുള്ളിക്ക് MP രാജേഷിന് വോട്ട് ചെയ്യണം എന്നാണ്. ഈ ബലറാമിന് വോട്ട് ചെയ്ത് ഭയങ്കര തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് അയാൾ KCയുടെ പേരിന് നേരെ കൈപൊക്കിയത്. MP രാജേഷാണെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു. പിണറായി വിജയനല്ല, അബുജാഹിൽ മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല, പക്ഷേ വേണു ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനെന്ത് പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, ഇങ്ങനെ പലതും സംഭവിക്കും, വാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. ഞാൻ ആലോചിച്ചപ്പോൾ VT ബൽറാം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അതീതനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അന്തസ്സുള്ളവനാണ്, മാന്യനാണ്, യോഗ്യനാണ്, അധികം സമയം ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളി പോലും അവിടെ ചെന്നപ്പോൾ KCയുടെ പേരിന് നേരെയാണ് കൈമുക്കിയത്. അതിലെന്താ അത്ഭുതമുള്ളത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ BJP-കാരനായിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. വാര്യരെ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, മാന്യമായ അക്കോമഡേഷൻ കൊടുത്തു. അവരുടെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് കൊണ്ടുവരുന്നവരാണ് പ്രധാനമായിട്ടും VD സതീശനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മുസ്ലിം ലീഗുകാരാണ്. കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വാര്യർ നേരെ പോയത് അവിടേക്കാണ്. വാര്യത്തേക്കാണോ, കോലോത്തേക്കാണോ, ഏതെങ്കിലും തമ്പൂരിയിലത്തേക്കാണോ? അല്ല, പോയത് പാണക്കാട്ടേക്കാണ്. മുസ്ലിം ലീഗിൻ്റെ സകലവിധ ഒത്താശയോടും കൂട്ടിയാണ് അദ്ദേഹം തൃക്കരിപ്പൂരിൽ മത്സരിച്ചത്, ജയിച്ചത്. ലീഗുകാരാണ് പുള്ളിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ടത്. ലീഗുകാർക്ക് താല്പര്യം VD സതീശനാണെന്ന് അറിയാഞ്ഞിട്ടല്ല. വാര്യർ കുട്ടി കൈവയ്ക്കപ്പോൾ KCക്ക് അനുകൂലമായിട്ട് പൊക്കി. പോട്ടെ, ലീഗുകാരുടെയും ഈ യുവ കോൺഗ്രസ്സുകാരുടെയും കാണപ്പെട്ട ദൈവം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലല്ലേ. ഷാഫി പറമ്പിൽ ആരുടെ കൂടെ നിൽക്കുന്നത്? ഷാഫി പറമ്പിലും ഈ ഷാഫി മാഫിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഗാങ്ങും പരിപൂർണമായിട്ടും KC വേണുഗോപാലിനോട് ഒപ്പമാണ് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മൻ ആരുടെ കൂടെയാണ്? ചാണ്ടി ഉമ്മനും KCയുടെ കൂടെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
പരിണതപ്രജ്ഞനായിട്ടുള്ള നേതാവല്ലേ. കേരള നിയമസഭയിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള, ഏറ്റവും അധികം കാലം തുടർച്ചയായി MLA ആയിരുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രമേശ് ചെന്നിത്തലയും അദ്ദേഹവും സഹപ്രവർത്തകരായിരുന്നു മന്ത്രിസഭയിലും നിയമസഭയിലും. സതീശനുമായിട്ടും അതുപോലെ തന്നെയുള്ള അടുപ്പമുണ്ട്. പക്ഷേ വോട്ട് ആർക്കാ ചെയ്തത്? അദ്ദേഹവും തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് KC വേണുഗോപാലിന് അനുകൂലമായിട്ടാണ്. അതുപോലെ ശക്തൻ നാടാർ മുതൽക്ക് എന്താണ് ചാണ്ടി ഉമ്മൻ പറയും, സുധീർ ഷാ പാനോട് മുതൽക്ക് അങ്ങോട്ട് സകല ചെറുപ്പക്കാരും എല്ലാവരും പിന്തുണയ്ക്കുന്നത് KC ആണ്. മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കാത്തതും സതീശനെയാണ്. അപ്പോൾ ഇതിൽ വലിയൊരു മറിമായമില്ലേ എന്നാണ് എൻ്റെ സംശയം. എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധന്മാരും വയോധികരും രണ്ടു കാലം കുഴിയിലായവരുമായ സകല ആളുകളും KCയെ പിന്തുണക്കുന്നു? അപ്പം നമുക്ക് ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ മേന്മകൾ KCക്കില്ലേ? എന്തെങ്കിലും പ്രത്യേകതകൾ അദ്ദേഹത്തിനില്ലേ? ഈ പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ പൈറ്റ് പൈപ്പറുടെ കഥ പഠിച്ചിട്ടില്ലേ? 7ാം ക്ലാസ്സിൽ നോട്ട് ഡീറ്റെയിലായിട്ട് ഒരാൾ ഒരു കുഴൽ ഊതിക്കൊണ്ട് പോകുന്നു. ആദ്യം എലികൾ അയാളുടെ പുറകെ പോകുന്നു, അടുത്ത ഘട്ടത്തിൽ കുട്ടികൾ അയാളുടെ പുറകെ പോകുന്നു, അവസാനം ഇവരൊക്കെ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയല്ലേ ഈ വേണുഗോപാൽ ചെയ്തിട്ടുള്ളത്. വേണുഗോപാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓടക്കുഴൽ ഊതിയ ആളുകളെ വശീകരിക്കുന്നവൻ, പാട്ടിലാക്കുന്നവൻ എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹത്തിൻ്റെ ഈ ഓടക്കുഴൽ വിളി കേട്ട് ആബാലവൃദ്ധം MLAമാരും വ്യാമുക്തരായിരിക്കുകയാണ്. സതീശനെ പോലെ രമേശിനെ പോലെ കുറച്ച് പേര് മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഖത്തറിൽ നിന്ന് വിളിച്ച സഹോദരൻ അടക്കമുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സാധാരണക്കാരായ വോട്ടർമാരായ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. MLAമാർക്ക് മാത്രമേ വേണുവിൻ്റെ ശരിയായിട്ടുള്ള മഹത്വം മനസ്സിലാവുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗൂട്ടൻസ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഷാഫി പറമ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനും ശക്തൻ നാടാരും സന്ദീപ് വാര്യരും രമേശ് പിഷാരടിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സതീശനെ തള്ളിക്കളഞ്ഞ് ഈ വേണുവിൻ്റെ പുറകെ പോവുകയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗൂട്ടൻസ് എന്നെനിക്ക് തോന്നുന്നു.